إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد മരണപ്പെട്ട വ്യക്തികളുടെ ഖബറുകൾ ആരാധിക്കപ്പെടുമോ, അത് വിഗ്രഹവൽക്കരിക്കപ്പെടുമോ എന്നീ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്ന വിധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില തിരുവചനങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കുണർത്തി തരുകയാണ്. ഖാതലല്ലാഹുൽ യഹൂദ വന്നസാറ اتخذوا قبور أنبيائهم مساجدا. യഹൂദ ക്രൈസ്തവരെ അല്ലാഹു ശപിക്കട്ടെ. കാരണം അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി വെച്ചു, ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. നോക്കൂ നിങ്ങൾ വേറൊരു വചനം, اللهم لا تجعل قبري وطنا يعبد. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ജീവിച്ചിരുന്ന കാലത്തു തന്നെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ നീ എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദീർഘദൃഷ്ടിയോടുകൂടി ദുആ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളാണ്. ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ നാം ഒന്നുറ്റാലോചിച്ചു നോക്കൂ. ഈ യഹൂദ ക്രൈസ്തവരുടെ ആചാരങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിക്കൊണ്ട് മുസ്ലിം ലോകത്തുദയം ചെയ്തു വന്ന ഷിയാക്കൾ, ഷിയത്തു അലി എന്നറിയപ്പെടുന്ന ഈ ഷിയാക്കൾ, അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മക്ബറകൾ മക്ക മദീനയുടെ എത്രത്തോളം വലിപ്പത്തിൽ വിശാലമായ ഏക്കർ കണക്കിന് ഭൂമിയിൽ വലിയ രൂപത്തിൽ കെട്ടിപ്പടുത്തുകൊണ്ട് അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ചു കൂടിക്കൊണ്ട് നടക്കുന്ന ആചാരങ്ങൾ നിങ്ങൾ നോക്കൂ. അവിടെ ആ ഖബറുകൾക്ക് തവാഫ് ചെയ്യപ്പെടുന്നു, ആ ഖബറിന് മുന്നിട്ട് നമസ്കരിക്കുന്നു, ആ ഖബറിലേക്ക് വളരെ ദൂരത്തു നിന്ന് തന്നെ നടന്നു വരുന്നതിന് വേണ്ടി നേർച്ചകൾ നേരുന്നു. ആ ഖബറുമായി ബന്ധപ്പെട്ട ഖബറിൽ കിടക്കുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷവും ആ ഖബറുമായി ബന്ധപ്പെട്ട് അർബഈൻ എന്ന് പറഞ്ഞിട്ടുള്ള ചില ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു. അതുമാത്രമല്ല, ലബ്ബൈക യാ ഹുസൈൻ, ഹേ ഹുസൈനെ താങ്കളുടെ വിളിക്കുത്തരം നൽകി ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രകൾ, ഇങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ ശ്രീ വിശ്വാസം നമ്മുടെ നാട്ടിലും ചിലർ അവരറിയാതെ കടമെടുത്തുകൊണ്ട് ഇതൊക്കെ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ നിയമസംഹിതകൾക്കുള്ളിലുള്ളതാണെന്ന് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ആളെ കൂട്ടുകയും ചെയ്യുന്നു. ഖേദകരമല്ലാതെ എന്ത് പറയാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം കർശനമായി ഇതിനെ വിരോധിച്ച ഈ സംഗതി, നമുക്ക് മുൻകൂട്ടി താക്കീതു നൽകിയ ഈ സംഗതി, ഇത് യഹൂദ ക്രൈസ്തവരുടെ ആചാരമാണ്. അത് വഴിപിഴച്ച ഷിയാക്കൾ അത് കടം കൊണ്ടതാണ്. അവരാണ് ഈ ലോകത്തിത് പ്രചരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ ആചാരങ്ങളും അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർമ്മിച്ചുകൊണ്ട് മുസ്ലിം ലോകത്തിന് യഥാർത്ഥ മുസ്ലിമീങ്ങളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാനുള്ള പൈശാചികമായ ഒരു പ്രവൃത്തിയുടെ ഭാഗമാണിതെല്ലാം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാതയിൽ നിന്നും
മുസ്ലിമീങ്ങളെ വ്യതിചലിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങൾ വിട്ടുനിൽക്കേണ്ടതാണ്. ഇതിനെയൊക്കെ തടയാൻ അർഹതപ്പെട്ട പല പണ്ഡിതന്മാരുടെയും മൗനം പാലിക്കൽ വളരെ ഗുരുതരമായ ഒരു സംഗതിയായി വേണം നാം കരുതാൻ. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഇത്തരം ആചാരങ്ങളും ഇത്തരം അനാചാരങ്ങളെ മുസ്ലിം ലോകത്തിൽ നിന്നും മായ്ച്ചുകളയാൻ വേണ്ടി പരിശ്രമിക്കൽ നമ്മുടെ കടമയാകുന്നു. അതിൽ നിന്നും വിട്ടുനിൽക്കൽ നമുക്ക് നിർത്തേണ്ട ബാധ്യതയാകുന്നു. യഥാർത്ഥ വിശ്വാസത്തിലായി നിലകൊണ്ട് മുഅ്മിനായി മുസ്ലിമായി മരണപ്പെടാൻ ഇത്തരം കാര്യങ്ങൾ നാം കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഉപദേശ-നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ബാധ്യതയാകുന്നു. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.